BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നാടിന്റെ നൊമ്പരമായി സുഹാൻ. പാലക്കാട് ചിറ്റൂരിൽ നിന്നും ഇന്നലെ കാണാതായ സുഹാൻ എന്ന 6 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. 21 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം രാവിലെ കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് അകലെയുള്ള കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് ചിറ്റൂരിൽ ഇന്നലെയാണ് 6 വയസ്സുകാരൻ സുഹാനെ കാണാതായത്. തുടർന്ന് വ്യാപക തിരച്ചിൽ ആരംഭിച്ചു. 21 മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ വീട്ടിൽ നിന്ന് 3 മീറ്റർ ദൂരെയുള്ള കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാരാണ് കുളത്തിന് നടുവിൽ മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. അതേസമയം കുട്ടി എങ്ങനെയാണ് അകലെയുള്ള കുളത്തിനടുത്ത് എത്തിയതെന്നാണ് നാട്ടുകാരെയും വീട്ടുകാരെയും കുഴക്കുന്ന ചോദ്യം. സുഹാൻ അധികം പുറത്തിറങ്ങാറില്ലായിരുന്നുവെന്നാണ് സമീപവാസികൾ പറയുന്നത്. 2 ദിവസം മുൻപ് ബന്ധുക്കളായ കുട്ടികളോടൊപ്പം സമീപത്തെ പാർക്കിലേക്ക് വന്നിരുന്നുവെന്നും പറയപ്പെടുന്നു. സംഭവത്തിൽ പോലീസ് വിശദമായി അന്വേഷിക്കണമെന്ന് ചിറ്റൂർ നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെടാനുള്ള കുളമല്ല ഇതെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. അമ്പാട്ടുപാളയം എരുമൻകോട് മുഹമ്മദ് അനസ് തൗഹീദ ദമ്പതികളുടെ ഇളയ മകൻ സുഹാനെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതലാണ് കാണാതായത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ സുഹാൻ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. സാധാരണ കുട്ടികൾ തമ്മിൽ ഉണ്ടാകാറുള്ള പിണക്കം മാത്രമായിരുന്നു അത്. എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതായതോടെയാണ് തിരച്ചിൽ നടത്തിയത്. സുഹാന്റെ അമ്മ നീലഗിരി പബ്ലിക് സ്കൂൾ അധ്യാപികയാണ്. കുട്ടിയെ കാണാതാകുമ്പോൾ അമ്മ സ്കൂളിലെ ഒരു ആവശ്യത്തിനായി പോയതായിരുന്നു. M5 ന്യൂസ്, പാലക്കാട്. എന്റെയും BLM-ന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.